പബ്ലിക് കേരളയോടൊപ്പം ഇന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് നസറുദ്ദീൻ എളമരം സാഹിബാണ്. അദ്ദേഹത്തിനെ നമ്മുടെ ഷോ ദ സ്പിരിറ്റിലേക്ക് സ്വാഗതം ചെയ്യും. നമുക്കറിയാം, നസറുദ്ദീൻ സാഹിബ്, ഫെബ്രുവരി 17 എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഡേ ആണ്. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? കഴിഞ്ഞ 2007 ഫെബ്രുവരി 17 ദേശീയ അടിസ്ഥാനത്തിലേക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനം വ്യാപിച്ച് വരുന്നത്. കേരളത്തിലെ NDFും തമിഴ്നാട്ടിലെ MNPയും കർണാടകയിലെ KFTയും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒറ്റ പ്ലാറ്റ്ഫോമായി ദേശീയ അടിസ്ഥാനത്തിൽ ഒരു നവ സാമൂഹിക മുന്നേറ്റത്തിൻ്റെ തുടക്കം കുറിച്ച തീയതിയാണ് ഫെബ്രുവരി 17. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പിറവി എന്നുള്ള നിലയ്ക്കാണ് ദേശവ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഡേ ആചരിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ വളണ്ടിയർ മാർച്ച് ഉൾപ്പെടെയുള്ള പരിപാടികളും മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റ് പബ്ലിക് പരിപാടികളും ഈ പോപ്പുലർ ഫ്രണ്ട് ഡേയോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. പൊതുവെ ഒരു മാറ്റത്തിന് വിധേയമായിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട്. സ്വാഭാവികമായിട്ട് പഴയ കാഴ്ചപ്പാടല്ല പൊതുജനങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടിനോടുള്ളത്. യഥാർത്ഥത്തിലാണത് എന്ന് മനസ്സിലാകുന്നത്. പോപ്പുലർ ഫ്രണ്ട് പിറവിയെടുത്ത സാഹചര്യവും നിലനിൽക്കുന്ന സാഹചര്യവും പോപ്പുലർ ഫണ്ട് മുന്നോട്ട് വെക്കുന്ന ആശയ നിലപാടുകളും തന്നെ ഒരു പ്രത്യേകമായ ഒരു മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ കൃത്യമായ ആശയ അടിത്തറയിൽ നിന്നുകൊണ്ട് രാജ്യത്തിനും സമൂഹത്തിനും പ്രയോജനപ്പെടുന്ന ഒരു ജനവിഭാഗത്തെ, മുസ്ലിം സമൂഹത്തെ പ്രത്യേകിച്ച് സംഘടിപ്പിച്ചുകൊണ്ട് സ്വയം പര്യാപ്തമാക്കാനുള്ള ഒരു വഴിയിലൂടെയുള്ള പ്രവർത്തനമാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4 നൂറ്റാണ്ട് മുമ്പ് തന്നെ മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ദീർഘദൃഷ്ടിയോടുകൂടി കണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട്. അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിന് നേരെ വന്നുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകന്മാർ. അതിനേക്കാൾ ഉപരിയായി നമ്മുടെ രാജ്യം നിലനിൽക്കേണ്ടതുണ്ട്. ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും പുരോഗതിക്കും വികസനത്തിനും വളർച്ചയ്ക്കുമൊക്കെ തടസ്സമായിരിക്കുന്ന ഘടകമേതാണ്? അത് ഹിന്ദുത്വ ഫാസിസമാണെന്ന് 4 നൂറ്റാണ്ട് മുമ്പ് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട്. ഒറ്റക്കാര്യം ചോദിച്ചോട്ടെ, ഇടയ്ക്ക് എവിടെയോ ഒരു നമുക്കറിയാം, കണ്ണൂരിൽ ശ്യാമപ്രസാദിൻ്റെ കൊലപാതകം ആരോപണം നിങ്ങൾക്കെതിരെയാണല്ലോ വന്നിട്ടുള്ളത്. അല്ല, സ്വാഭാവികമായ ഒരു ഒരു രാഷ്ട്രീയ സംഘർഷങ്ങൾ പലയിടത്തും കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത്തരമൊരു രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടേ അതെല്ലാം കാണാൻ പറ്റുള്ളൂ. ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവിടെ കൊന്നും വെട്ടിയും തീർത്ത് നീങ്ങുന്ന ഒരു രീതി CPMൻ്റെയും RSSൻ്റെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം വിഷയങ്ങളിലൊക്കെയുള്ള പ്രതികരണങ്ങളുണ്ടായി എന്ന് വരാം. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസ് നടക്കട്ടെ, അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ, കാരണം പൊതുജനങ്ങൾക്ക് RSSനെ ഒരു കണ്ണുകൊണ്ടാണ് കാണുന്നുള്ളത്. ഒരു തീവ്ര സംഘടന, അതല്ലെങ്കിൽ ഒരു വർഗീയ സംഘടന, ആ രീതിയിലാണ് ഒരു 90% ആളുകളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ കാഴ്ചപ്പാടല്ലേ? അല്ല, അതൊരു തെറ്റായ സംഗതിയാണ്. RSSനെയും പോപ്പുലർ ഫ്രണ്ടിനെയും തുലനം ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. കാരണം ഞാൻ ചോദിക്കാൻ, പ്രത്യയശാസ്ത്രം, വെറുപ്പിൻ്റെ രാഷ്ട്രീയം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ എങ്ങനെയാണ് സാമൂഹ്യ നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒന്നിനോട് തുലനം ചെയ്യാൻ കഴിയുക? അല്ല, ഇത് പൊതുജനങ്ങളുടെ ചോദ്യമാണ്. വേറൊരു കാര്യം, ഞാനൊരു കാര്യം പറയാം. RSS ഇങ്ങോട്ട് കൊല്ലുന്നു, നിങ്ങൾ അങ്ങോട്ട് കൊല്ലുന്നു. ഇല്ല, അത് ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് പോപ്പുലർ ഫ്രണ്ട് ഹിംസ അതിൻ്റെ പ്രത്യയശാസ്ത്രമായ അടിസ്ഥാനപരമായ സംഗതിയായിട്ട് എടുത്തിട്ടുള്ളതല്ല. സ്വാഭാവികമായിട്ടും അടി കിട്ടുമ്പം പ്രവർത്തകരിൽ നിന്ന് തിരിച്ചടികളുണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ള സംഗതി. അത് ഒരു സംഘടനയുടെ നിലപാടായിട്ട് രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ. അതിൻ്റെ ഭാഗമായിട്ടല്ലേ അതിനൊക്കെ കാണാൻ കഴിയുള്ളൂ. വേറൊരു ചോദ്യം, നമുക്കറിയാം, പെട്ടെന്ന് കുരിപ്പുഴയുടെ വിഷയത്തിൽ വളരെ കുരിപ്പുഴയെ കൈക്കദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി കാണാൻ വേണ്ടി സാധിച്ചു. എന്താണ് ആ വിഷയത്തിൽ? തീർച്ചയായിട്ടും ഇവിടെ RSSനെതിരെ ശബ്ദിക്കാൻ പാടില്ല. RSS ഉയർത്തിക്കൊണ്ട് സവർണ ഫാസിസം ഉയർത്തിക്കൊണ്ടുവന്നതിനോട് പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളത് കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. തീർച്ചയായിട്ടും ഇന്ത്യയിൽ എവിടെയും ഉണ്ടാകാൻ പാടില്ല.
അത് ഒരു മോബ് കില്ലിങ്, ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എഴുത്തുകാരെയും സാഹിത്യകാരന്മാരെയും വിമർശകരെയും വെടിവെച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ വളരെ ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നല്ലോ കുരിപ്പയുടെ വിഷയത്തിൽ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കുരിപ്പുഴയെ ഏത് രീതിയിലാണ് നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്? എനിക്ക് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ എസ് എസ് മറുവശത്ത് വരുന്നു എന്നുള്ളത് തന്നെയാണ്. ആർ എസ് എസ് ഒരു പ്രത്യയശാസ്ത്രമാണ്, ഹിംസയാണ് അവരുടേത്, വെറുപ്പാണത്. ആ വെറുപ്പ് പ്രകടമാകുന്നിടത്ത് അത് ഞങ്ങൾ ജാതിയുടെയോ മതത്തിൻ്റെയോ വിഷയമായിട്ടല്ല കാണുന്നത്. ആ വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ബലിയാടാക്കിയിട്ട് മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കുരിപ്പുഴ സരസ്വതി ദേവിയെ അപമാനിക്കുന്ന രീതിയിലാണ് അദ്ദേഹം. അല്ല, ഞാൻ പറയുന്നത് അത് അതിനാ രീതിയിൽ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളോ മറ്റു സംഗതികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വേറെ നിയമപരമായിട്ട് നേരിടട്ടെ. കയ്യൂക്ക് കൊണ്ട് മുഷ്കു കൊണ്ട് ഒരാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒറ്റ ചോദ്യം നസറുദ്ദീൻ സാഹിബ്, ജോസഫ് മാഷിൻ്റെ കൈവെട്ടി മാറ്റിയപ്പോഴും ഇതേ അല്ല, നമ്മൾ പറഞ്ഞു ജോസഫ് മാഷ് കൈവെട്ടി മാറ്റിയതിൽ എൻ്റെ കേസിൻ്റെ വിചാരണ നടന്നു. അതിൽ ഏതാനും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ശിക്ഷിക്കപ്പെട്ടു. പക്ഷെ അതിൽ വളരെ കൃത്യമായി ആ വിധി പ്രസ്താവത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള സംഘടനയുടെ ഒരു തീരുമാനമായിട്ടല്ല ഇത് നടപ്പായിട്ടുള്ളത്. അത് തീർത്തും പ്രാദേശികമായ അവിടെ കുറേ ആളുകൾ ചേർന്നിട്ടാണ്. പ്രവാചകനാണല്ലോ, പ്രവാചകനെതിരെ നടന്നിട്ടുള്ള അല്ല ഞാൻ പറഞ്ഞ അത് ഞാൻ ഇതിനെയെല്ലാം ഒരു വൈകാരിക തലങ്ങളിലേക്ക് എടുക്കുന്നതല്ല, മറിച്ച് സരസ്വതി ദേവിനെ അവർ നിയമപരമായി ചെയ്യട്ടെ. ആർ എസ് എസിൻ്റെ ഒരു ജോസഫ് മാഷ സംഭവവും ആർ എസ് എസിൻ്റെ ഈ ഹിംസയും തമ്മിൽ ഒരിക്കലും ഇതാക്കാൻ പറ്റില്ല. കൊന്നുകൊണ്ടേയിരിക്കുന്ന വംശവരി നടത്തിക്കൊണ്ട് പക്ഷേ അത് അവിടെ ഉണ്ട്, കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷേ ഒരിക്കലും പൊതുജനങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ വിലയിരുത്തുമ്പോൾ ഇതൊക്കെ കൂട്ടി അല്ല അത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിപ്പോൾ ആർ എസ് എസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുപരിസരമുണ്ട്, ഒരു പൊതുബോധമുണ്ട്. അതാണ് ശരി എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ വരാൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യപരമാണ്. ഒരു നെല്ലും പതിനും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ സംഘ പരിവാർ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളിൽ ഇവിടുത്തെ പൊതുബോധം വീണുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഇരകളാണ് ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങൾ. ഓരോ വിഷയങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും, നമ്മൾ ആദ്യ ഇഷ്യൂ എടുത്ത് പരിശോധിക്കുക. നിങ്ങൾ ആദ്യ ഇഷ്യൂ ഇത്ര വലിയ ഒരു നീതി ന്യായ പീഠത്തിൽ നിന്ന് ഏറ്റവും വലിയ ഒരു അനീതി നടന്നിട്ട് നമ്മുടെ പൊതുബോധം എന്തെടുക്കുകയായിരുന്നു? വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ആർ എസ് എസ് സൃഷ്ടിക്കുന്ന പൊതുബോധം എന്ന് പറയുന്നിടത്ത് തിരുത്തപ്പെടേണ്ടതുണ്ട്. അതാണ് തിരുത്തപ്പെടേണ്ടതുണ്ട്. പിന്നെ എക്സെപ്ഷൻസ് ഏതെങ്കിലും ചെറിയ എക്സെപ്ഷൻസിന് വെച്ചുകൊണ്ട് ആർ എസ് എസിൻ്റെ ഹിംസയെ അതിൻ്റെ ചരിത്രം 925 മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വെറുപ്പ്, ഹിംസ, ക്രൂരത ഇത് മാത്രമുള്ള ഒരു പ്രത്യയശാസ്ത്രം. പുതിയ നിരോധന വിഷയത്തിൽ എന്ത് പറയും? പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കേണ്ട ഒരു പ്രവർത്തനം ഇവിടെ നടത്തുന്നില്ല. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ഇതെന്ന് പറഞ്ഞു തുടങ്ങിയതാ 1990കളുടെ തുടക്കത്തിൽ LDF ഉണ്ടായിരുന്ന കാലത്ത് നിരോധിക്കണം എന്ന് പറഞ്ഞു. ഇത് പുതുമയുള്ളൊരു സംഗതിയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. രാജ്യവിരുദ്ധമായ ഒരു പ്രവർത്തനവും ഇന്നേ വരെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇവിടുത്തെ ഒരു മതസൗഹാർദ്ദത്തെ തകർക്കുന്ന പ്രവർത്തനം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അങ്ങനെ ഉണ്ടാവുമ്പോഴല്ലേ ഒരു രാജ്യത്തിനെതിരായിത്തീരുന്നുള്ളൂ. ആർ എസ് എസിനെതിരാകുന്നു എന്നുള്ളത് രാജ്യത്തിനെതിരല്ലല്ലോ. ആർ എസ് എസിന് ഇനിയിപ്പം ഞങ്ങളെ നിരോധിച്ചാലും ശരി, ആർ എസ് എസിനെ എതിർക്കുന്നത് നിർത്താൻ ഞങ്ങൾ പോകുന്നില്ല. അത് വേറൊരു കാര്യം. ആർ എസ് എസിൻ്റെ അത് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയേണ്ട ബാധ്യത അത് ഏറ്റെടുത്തൊരു കൂട്ടരാണ് ഞങ്ങൾ. അതെപ്പോഴും ഞങ്ങൾ പറഞ്ഞു. തീർച്ചയായും. വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം, മാണിക്യമലരായ പൂവി എന്ന് പറയുന്ന പാട്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു തീരുമാനവുമായിട്ട് പോപ്പുലർ ഫ്രണ്ട് വരുന്നു. പാട്ട് പിൻവലിക്കേണ്ടതില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു കമൻ്റൊന്നും ആ വിഷയത്തിൽ നടന്നിട്ടില്ല. പാട്ടിൻ്റെ വഴിക്ക് പോട്ടെ, മറ്റുള്ളതിൻ്റെ വഴിക്ക് പോട്ടെ. എത്രയോ 40 കൊല്ലമായിട്ട് നിൽക്കുന്നൊരു പാട്ടാണ്. നോൺ ഇഷ്യൂ ആണത്. ഒരു സമുദായത്തെ അവരുടെ ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങളുണ്ട് ഇവിടെ പച്ചക്ക് തച്ചു കൊന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു പാട്ടല്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ അജണ്ട. അല്ല, ആ വിഷയത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അജണ്ട ഒരു പാട്ടല്ല. പാട്ടും കലയും സാഹിത്യവും ഒക്കെ അങ്ങ് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഇവിടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഫോക്കസിങ് ഏരിയയിൽ പെടുന്ന ഒരു വിഷയമേ അല്ലാതെ
പക്ഷെ അതിൽ പ്രതികരിച്ചതായി കാണാൻ വേണ്ടി സാധിക്കും. പോപ്പുലർ ഫണ്ട് ആ നിലയ്ക്കൊരു പ്രതികരണം നടത്തിയിട്ടില്ല. പോപ്പുലർ ഫണ്ട് ഔദ്യോഗികമായി ആ നിലയ്ക്കൊരു പ്രതികരണം നടത്തിയിട്ടില്ല. മണിക്കമലരായ പൂവിയുടെ വിഷയം ആ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഇഷ്യൂ അല്ല അത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ വലിയ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട സമയത്ത് ഇതൊക്കെ ഒരു തരത്തിലുള്ള എല്ലും കഷ്ണങ്ങളാണ്. ഞങ്ങളതാണ് മനസ്സിലാക്കുന്നത്. മുസ്ലിം സമുദായത്തിന് കൊത്താൻ വേണ്ടി കുറേ എല്ലും കഷ്ണങ്ങൾ എടുത്തിടും, അതിൻ്റെ പിന്നാലെ മുസ്ലിം സമുദായം നിന്നുള്ള ഈ സമുദായത്തിൻ്റെ ദൗർബല്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അവരുടെ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ അപ്ലിഫ്റ്റ് ചെയ്യേണ്ട വലിയൊരു ബാധ്യത ഇവിടെ ഏറ്റെടുത്തൊരു കൂട്ടർക്ക് ഇത്തരം എല്ലിൻ്റെ കഷ്ണത്തിൻ്റെ മുകളിൽ കൊത്താൻ യാതൊരു താല്പര്യവുമില്ല. റിയാസ് മൗലവി വിഷയത്തിൽ എന്ത് പറയുന്നു? റിയാസ് മൗലവി വിഷയത്തിൽ കേരള ഗവൺമെൻറ്, കേരള പോലീസ് അതിൻ്റെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ആ വിഷയത്തിൽ വളരെ വളരെ വലിയ തോതിൽ സംഘ് പരിവാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ആ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായും അങ്ങനൊരു വിഷയമുണ്ട്. എന്നിരുന്നാലും വളരെ നന്ദി. നമ്മുടെ പബ്ലിക് ചാനലിനോട് വളരെ വിലപ്പെട്ട നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് നൽകിയതിന് ഒരുപാട് നന്ദി.